ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ റീമ പത്മകുമാറാണ് മാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ബ്യൂട്ടി സ്പോട്ട് സെഗ്മെൻറ്റിൽ മാം എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്നൊരു ഹെയർ സ്റ്റൈൽ ചെയ്യും. ഹെയർ സ്റ്റൈൽ. ഓക്കെ, ഇന്ന് നമുക്കൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാം. വളരെ കുറച്ച് മുടിയുള്ള ആൾക്കാർക്ക് ഷോർട്ട് ഹെയറിനുള്ള ഹെയർ സ്റ്റൈലാണ്. ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ, ക്രിസ്ത്യൻ ബ്രൈഡിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലാണ്. ക്രിസ്ത്യൻ ബ്രൈഡിന് ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഇത് ചെയ്യുമ്പോൾ മിററിൻ്റെ ഫ്രണ്ടിൽ ഇരുത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റ് പാർട്ടീഷനൊക്കെ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ഹെയർ ആണ് അല്ലേ? സ്കിൻ പ്രിപ്പയർ ചെയ്യുന്ന എപ്പോഴും അല്ല, സ്കിന്നിലെ ഹെയർ ഇതിന് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് ഷാമ്പൂ ചെയ്ത ഹെയർ ആയിരിക്കും. ഒട്ടും ഓയിൽ പാടില്ല, നല്ല കറക്റ്റ് കിട്ടുള്ളൂ. ഷോർട്ട് ഹെയറിന് ബെസ്റ്റുള്ള നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലേ? നമ്മൾ സാധാരണ ഒരു ബ്രൈഡൽ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ എത്ര നേരം എടുക്കും? അത് ആ ഹെയർ സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 5 മിനിറ്റ്സിലും ചെയ്യാം, 30 മിനിറ്റ്സിലും ചെയ്യാം. നമുക്കിപ്പം ആ ഹെയർ സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒത്തിരി കൂടുതൽ വർക്കുള്ള ടൈപ്പ് ഹെയർ സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പം നോർത്ത് ഇന്ത്യൻ ടൈപ്പൊക്കെയാണ് ഇപ്പോൾ കുറേ ഇവിടെ ഇപ്പോൾ ബ്രൈഡ്സ് ചൂസ് ചെയ്യുന്നത്. അതൊക്കെ ആണെങ്കിൽ ഏകദേശം 30 മിനിറ്റ്സെങ്കിലും എടുക്കും. ഇതിപ്പോൾ മാം ക്രിസ്ത്യനാന്ന് പറഞ്ഞു, ഇത് ഗൗണിന് പറ്റിയതാണോ? ഗൗണിന് പറ്റിയതുമാണ്. സാരിക്കും യൂസ് ചെയ്യാം. കാരണം ഗൗൺ കഴിഞ്ഞിട്ട് പിന്നീട് പെട്ടെന്ന് സാരി മന്ത്രകോടി ഉടുക്കുന്ന സമയത്ത് ഹെയർ ചേഞ്ച് ചെയ്യാനൊന്നും എല്ലാവർക്കും സമയം കിട്ടത്തില്ല. അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ പെട്ടെന്ന് ഇത് അതിനും കൂടെ കറക്റ്റ് ആവുന്ന രീതിയിലുള്ളൊരു. അപ്പോൾ ഇതിപ്പോൾ മിഡിൽ പാർട്ടീഷൻ എടുത്തു, ഇയർ ടു ഇയർ 2 സെക്ഷനാക്കി എടുത്തു. ഇനി അടുത്ത നമ്മൾ ബാക്ക് കോമ്പിങ് ചെയ്യും. അവിടെ നമുക്കിനി പാർട്ടീഷൻ ചെയ്യണം. അതെ. ഇത് ബ്രൈഡിൻ്റെയൊക്കെ ആവശ്യാനുസരണം മാം ചെയ്യുവാണോ? അത് ഫേസിൽ സൂട്ടാവുന്ന രീതിയിൽ ചെയ്യുന്നതാണ്. പിന്നെ ഫ്രണ്ട് സെറ്റ് ചെയ്യുന്നത് എപ്പോഴും ബ്രൈഡിൻ്റെയും കൂടെ ആവശ്യമാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലിൽ അവർ ചെയ്യുന്നതുണ്ടാവും. പിന്നെ നമ്മുടെ അത് ചേരാത്തതാണെങ്കിൽ അഭിപ്രായം പറയും, ഇതിങ്ങനെ ചേരില്ല ഇങ്ങനെ പറയും. ഇത് ഒരു സെക്ഷനും കൂടെ എടുത്ത് പിൻ ചെയ്യും. ഓരോ സ്മോൾ സെക്ഷൻ എടുത്തിട്ട് ബാക്ക് കോംബ് ചെയ്യും. ഇപ്പോൾ കുറച്ച് ഉയർത്തി എടുക്കുന്നതല്ലേ ഇപ്പോൾ ഫാഷൻ എന്ന് പറയും. ഒന്ന് സ്പ്രേ ചെയ്യുന്നു. വേറെ സ്പ്രേ നമ്മൾ ആദ്യം ചെയ്തതാണെന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് സ്പ്രേ ആണ്. അത് ഹോൾഡ് ചെയ്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കോതി വെച്ചത് അങ്ങനെ തന്നെ അകത്ത് സ്പ്രേ ചെയ്തില്ലേ, അത് ഇപ്പം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്ക് കോമ്പിങ് ലാസ്റ്റ് ചെയ്യും. ഇത് കണ്ടോ, ഫിനിഷിങ് സ്പ്രേ ആണ്, ഫിനിഷിങ് കിട്ടാനാണ്. അപ്പോൾ ഈ ബാക്ക് കോമ്പിങ് പോകത്തില്ല. ബാക്ക് നല്ല പഫായി ഇങ്ങനെ പിൻ ചെയ്ത് വെച്ചു. ഇതിന് ശേഷം ഇനി ഈ എക്സ്ട്രാ കിടന്നില്ല ഹെയർ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു റബ്ബർ ബാറ്റ് കൂടെ വീണ്ടും പോണിയാണ് നമ്മൾ ആ പോണിയുടെ കൂടെ ആഡ് ചെയ്യും. ഡോണറ്റ് വട എന്ന് പറയും, ഡോണറ്റ് എന്ന് പറയും ഓരോ സ്ഥലത്ത് ഓരോന്ന്. ഇതിൽ കൂടെ ബാക്കിൽ റൗണ്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും മുടിക്ക് തിക്നെസ് തോന്നും. അപ്പോൾ ഇത് ഇത്രയാണ് ചെയ്തത്. ലക്ഷ്മി കണ്ടോ? ഇനി ഇതിനെ മുടിയെ കുറച്ച് ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചാൽ ഇതിൽ പുറത്തൂടെ റബ്ബർ ഇട്ട്. അടിപൊളി. ഇപ്പോൾ നമുക്ക് ചില മുടിയാണെങ്കിലേ കംപ്ലീറ്റ് ലേയേഴ്സായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബ്രൈഡിന് നമുക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ പുറത്തൂടെ നെറ്റ് ഇടും. ഹെയർ നെറ്റ് ഇടും.
ഫ്രണ്ടിൽ ആ ഫേസിന് ചേരുന്ന അനുസരിച്ച്. ഇതൊരു ഓവൽ ഷേപ്പാണ് ഫേസ്. ഓവൽ ഷേപ്പിന് ആകുമ്പോഴത്തേക്ക് അതും ചെയ്യാം. റൗണ്ട് ആണെങ്കിൽ കറക്റ്റ് സൈഡ് തന്നെ എടുക്കണം. ഇപ്പോൾ ലോങ് ഫേസ് ആണെങ്കിൽ അത്രയും സൈഡ് പോകണ്ട, വീണ്ടും ലെങ്ത്ത് കൂടും. അങ്ങനെ നോക്കിയാണ് ചെയ്യണം. പിന്നെ എന്തായാലും ബ്രൈഡൊക്കെ ആകുമ്പോൾ 2 ദിവസം മുമ്പ് ട്രയലൊന്ന് നോക്കും ഹെയർ, എന്നിട്ട് അതനുസരിച്ചാണ് ചെയ്യുന്നത്. ഇനി ഈ സൈഡ് ഓരോ പോർഷനായിട്ട് എടുത്ത് നമ്മൾ ബാക്ക് കോംബ് ചെയ്യും. അപ്പോൾ ഓവൽ ഷേപ്പ് ആണെങ്കിൽ ഏത് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ മുടി ഭയങ്കര കുറവാണെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഡസ്റ്റ് ഉണ്ട്, ഇതുണ്ട്, പൗഡറുണ്ട്. അതിങ്ങനെ മുടിയിൽ ഇച്ചിരി ഒന്ന് ഇടും, എണ്ണമയം ഉള്ളതുകൊണ്ടേ. ഇട്ടിട്ട് ബാക്ക് കോംബ് ചെയ്യുമ്പോൾ നന്നായിട്ട് നിൽക്കും. നന്നായിട്ട് ബാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ തിക്നെസ് വരാൻ നല്ലപോലെ ബാക്ക് കോംബ് ചെയ്യാൻ പറ്റണം. എണ്ണമയം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് കോമ്പിങ് അധികം കിട്ടത്തില്ല. ഇതിൽ കുറച്ച് എണ്ണയുള്ളത് കൊണ്ട് നമ്മൾ അവിടെ ബാക്ക് കോംബ് ചെയ്ത് പഫ് ചെയ്യണം അല്ലേ? ഇങ്ങനെ ഓരോ സെക്ഷനിലും എടുത്ത് കാണാൻ പറ്റുന്നില്ലല്ലേ ആ സൈഡ്. കുഴപ്പമില്ല. ഇവിടെ ഇച്ചിരി പൗഡർ ഇടണം, എണ്ണ ഉള്ളതുകൊണ്ടേ. അതെ. ഓരോ സെക്ഷനായിട്ട് ഓരോ സെക്ഷൻ എത്രത്തോളം സ്മോൾ സെക്ഷൻ എടുക്കും അത്രയും നമുക്ക് ഹൈറ്റ് കൊടുക്കാൻ പറ്റും. ഫുൾ നമ്മളിപ്പം ഹൈറ്റ് കൊടുത്താണ് ബാക്ക് ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഇത്ര കുറഞ്ഞ ഹെയറിൽ ഇത്രയും പഫ് വരണത് അല്ലേ? അതിങ്ങനെ ബാക്ക് കോംബ് ഇനിയും വേണമെങ്കിൽ എത്ര ഉയർത്തണമെങ്കിലും ഉയർത്താം. ഏറ്റവും തിൻ സെക്ഷൻ എടുത്ത് ബാക്ക് കോംബ് ചെയ്ത് സ്പ്രേ ചെയ്ത് ഇവിടെയൊക്കെ നല്ല പഫായിട്ട് നിൽപ്പുണ്ട്. ഇതിപ്പം കേളി ഹെയറിലാണെങ്കിൽ നമുക്കിത് കേളി ഹെയർ ആണെങ്കിൽ നമ്മൾ ആദ്യം നന്നായിട്ട് ഷാമ്പൂ ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്ത് അയണും ചെയ്ത് ടെമ്പററി അയൺ ചെയ്ത് തന്നെ ചെയ്യണം, നല്ല ഫിനിഷിങ് കിട്ടും. ഇതിപ്പം സ്മൂത്തനിങ് ചെയ്ത ഹെയറാണ്. മസ്റ്റായിട്ട് വരുമ്പോൾ നമ്മൾ ഷാമ്പൂ ചെയ്ത് ഫുൾ ഓയിൽ കളഞ്ഞിരിക്കണം. ഹെയറിന് തിക്നെസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഹെയറിന് എത്ര തിക്നെസ് ഇല്ലെങ്കിലും നമുക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം അധികം തിക്നെസ് ഉള്ള മുടി കിട്ടുന്നില്ലല്ലോ, കൂടുതലും ഇങ്ങനെ മുടി എല്ലാവർക്കും പോയി ഉള്ളത് കുട്ടികളും വെട്ടിക്കളയും. അപ്പോൾ ലെങ്ത്തും കാണത്തില്ല. മുടി വെട്ടുമ്പോൾ കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ നമുക്ക് ഈ ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. മുടിയുള്ള കുട്ടികൾക്ക് ഇത് കുറച്ച് വലിയ വർക്ക്. കുട്ടികൾക്ക് വേറെ ഉണ്ട്, പഫിങ് ഒരുപാടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് പഫ് ചെയ്തിട്ട് ബാക്കി അഴിച്ചിട്ടേക്കാം. ഇതിപ്പം നമുക്ക് 4 സൈഡിലും പഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫേസൊക്കെ നമുക്ക് കുറച്ച്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി ഫ്രണ്ട് ഏത് സെക്ഷൻ ആക്കണം. മിഡിൽ പാർട്ടീഷൻ വേണമെങ്കിൽ ചെയ്യാം, സൈഡ് വേണമെങ്കിൽ ചെയ്യാം, ഏത് വേണോ ചെയ്യാം. ഇനി ബാക്കിലോട്ടാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതോ ഇനി നമ്മൾ പാർട്ടീഷൻ ചെയ്ത് ഈ ബാക്ക് കോംബ് ചെയ്ത് ചെയ്യണം അല്ലേ? ചെയ്യണം. അതെ. ഈ ബാക്ക് കോമ്പിങ് കൊണ്ട് ഇത്രയും നല്ലൊരു പഫ് കിട്ടുന്നത്. ബാക്ക് കോമ്പിങ് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഈസിയാണെന്ന്. ചെയ്തൊക്കെയാണ്. ഇതിപ്പോൾ കണ്ടിട്ട് നല്ലൊരു റിച്ച് ലുക്കും ഉണ്ട്, പക്ഷെ സിമ്പിളായിട്ട് കെട്ടിയത്. അതെ അതെ. മാമിനിപ്പോൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും? അത് ഒരാളുടെ ഹെൽപ്പ് വേണം. സ്വന്തമായിട്ട് ചെയ്യാൻ കുറച്ച് ഹെൽപ്പ് വേണം, ഫിനിഷിങ് വേണമെങ്കിൽ. പിന്നെ കുറേ ചെറിയ ഇതൊക്കെ നമുക്ക് തനിയെ ചെയ്യാൻ പറ്റും. ഫുള്ള് നമ്മൾ ബാക്ക് കോംബ് ചെയ്ത് പഫ് ചെയ്താണോ വെക്കുന്നത് ഈ ഡിസൈനിൽ?
നല്ല റൗണ്ട് ആയിട്ടില്ലേ, കുറച്ച് ചബ്ബിയൊക്കെ എൻ്റെയൊക്കെ ഫിഗർ പോലെ ഇവിടെ നിന്ന് എടുത്താലും നല്ലതാണ്. ഈ മൊത്തം ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ഈ സൈഡ് കംപ്ലീറ്റ് എടുക്കുമ്പോഴും വൺ സൈഡിലോട്ട് ചേരും. പിന്നെ ചെറിയ പിള്ളേരാണ് അങ്ങനെ കൂടുതൽ ചെയ്യുന്നത്, നമ്മളൊന്നും ചെയ്യാറില്ല. ഇപ്പം കല്യാണത്തിനൊക്കെ അങ്ങനത്തെ ചബ്ബി ഫേസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ബാക്കിൽ കൊണ്ടുപോയി പഫ് ചെയ്യാം, ഇങ്ങനെ എങ്ങനെയാണെങ്കിലും ചെയ്യാം. ശരിക്കും നമ്മൾ ബ്രൈഡിന് ചെയ്യുമ്പോൾ മിററിൻ്റെ മുമ്പിൽ ഇരുത്തിയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കിങ്ങനെ നോക്കി നോക്കി കറക്റ്റ് ചെയ്ത് പോർഷനൊക്കെ നന്നായിട്ട് കറക്റ്റ് ചെയ്ത് ചേരുന്നുണ്ടോന്നൊക്കെ നോക്കി. നമ്മൾ ബാക്ക് കോംബ് ചെയ്യുന്ന അനുസരിച്ച് ഇത് പഫിങ് എത്രത്തോളം ബാക്ക് കോംബ് ചെയ്യോ അത്രത്തോളം. ഇപ്പൊ ബാക്ക് കോംബ് ഇത്ര മുടിയാണെങ്കിലും മുസ്ലിംസിന് നമുക്ക് ഹൈ ചെയ്യാൻ പറ്റും. നമുക്കിത് ബാക്കിലത്തെ ഈ ഡോണറ്റ് വന്ന് കുറച്ചും കൂടെ ബിഗ് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബിഗ് വയ്ക്കുക. അത് മുസ്ലിം ബ്രൈഡിന് നല്ല ബിഗ് ആണ് വയ്ക്കും. ഫ്ലവേഴ്സ് എന്തെങ്കിലും ഡെക്കറേഷൻസോ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ബീഡ്സ് ഫ്ലവേഴ്സ് ഒക്കെ വയ്ക്കുക. നമ്മൾ അത്രയും കുറച്ച് ഹെയറിലാണ് ഇത്രയും ചെയ്യുന്നത് അറിയില്ല. അപ്പം നമ്മുടെ ഷോർട്ട് ഹെയർ ബ്രൈഡൽ ഹെയർ ഡിസൈൻ കഴിഞ്ഞു. നമ്മുടെ മാം അത് നന്നായിട്ട്, എത്ര ചെറിയ ഹെയർ ഉള്ള ഒരാൾക്കും ഇത്രയും പഫി ആയിട്ട് നല്ലൊരു ഡിസൈനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ച മാമിന് നമ്മുടെ നന്ദി.